അങ്ങനെ സ്കൂളിൽ നിന്നും ഇറക്കി വിടപ്പെട്ട ഞാൻ തിരിച്ച് കയറി എന്ന് പറഞ്ഞായിരുന്നു ആ കഥ നിർത്തിയിരുന്നത്. കുറച്ച് ഗ്യാപ്പ് വന്നു എങ്കിലും തുടരുകയാണ്. ഈ സ്കൂൾ കഥകൾ സ്കൂളിൽ പഠിച്ച എൻ്റെ കൂട്ടുകാർക്കല്ലാതെ ആർക്കും അത്ര ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ ബാക്കി വരുന്നുണ്ട്. ഓക്കെ, അവിടുന്ന് രക്ഷപ്പെട്ടു. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞു. അപ്പോൾ തന്നെ എനിക്കറിയാം ഈ നമ്മുടെ SSLC ബുക്കിൽ നമ്മുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തേണ്ടി വരും. എന്നെ ഇറക്കി വിട്ട സാറാണ് ഇത് എഴുതേണ്ടത്, അതെനിക്കറിയാം. അപ്പം പണി കിട്ടുമെന്നുള്ള ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇരിക്കുകയായിരുന്നു. അങ്ങനെ SSLC ബുക്ക് വന്നു. നോക്കുമ്പോൾ സാറ്റിസ്ഫാക്ടറി എന്നാണ് എഴുതിയിരിക്കുന്നത്. അന്ന് വെരി ഗുഡ് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ എനിക്ക് കിട്ടിയ സാറ്റിസ്ഫാക്ടറിയാണ്. അതുകൊണ്ട് നമ്മളൊരു റെഗുലർ കോളേജിൽ ചെന്നാൽ അഡ്മിഷൻ കിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ആ സമയത്ത് ഞാൻ എൻ്റെ സ്കൗട്ട് സാറായ രാമകൃഷ്ണൻ നായർ സാറിനോട് പറഞ്ഞു, സാറേ ഇങ്ങനെയുണ്ട് പ്രശ്നമെന്ന് പറഞ്ഞു. സാർ എന്ത് ചെയ്തു, നീ ഒരു ദിവസം ക്ലാസ്സിൽ അപ്പോൾ സ്കൂൾ അവധിക്കാലമാണ്, അതല്ലെങ്കിൽ അടുത്ത സെക്ഷനിലേക്ക് പോകാനുള്ള സമയമായിട്ടില്ല. അന്ന് PDC ആണല്ലോ, അപ്പം അതിന് പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ നടക്കുന്നുള്ളൂ. ഒരു ദിവസം നീ സ്കൂളിലേക്ക് വന്ന് പറഞ്ഞ് ഞാൻ ചെല്ലുന്നു. സാറൊരു പേപ്പർ എടുത്തിട്ട് അതിലെഴുതുകയാണ്, ഇന്നയാൾ ഇന്ന ക്ലാസ്സിൽ നിന്ന് ഈ വർഷം ഫസ്റ്റ് ക്ലാസ് സ്കൗട്ടാണ്, ഈ വർഷം സ്കൂളിൽ നിന്ന് പരീക്ഷ പാസ്സായി പോവുകയാണ്. ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം വളരെ നല്ലതാണ്, കോണ്ടാക്ട് ആൻഡ് ക്യാരക്ടർ ഈസ് വെരി ഗുഡ് എന്ന് എഴുതി സാറ് സൈൻ ചെയ്ത് ഹെഡ് മാസ്റ്ററുടെ അടുത്ത് കൊണ്ടുപോയി ഹെഡ് മാസ്റ്ററെ കൊണ്ട് സ്കൂളിൻ്റെ സീലും വെപ്പിച്ച് സൈനും ചെയ്തു തന്നു. നീ ഏതെങ്കിലും ഒരു കോളേജ് ചെല്ലുമ്പോൾ ഈ സർട്ടിഫിക്കറ്റിലെ പ്രശ്നം കാരണം നിനക്ക് അഡ്മിഷൻ കിട്ടാതിരുന്നു കഴിഞ്ഞാൽ ഇത് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതുള്ള ധൈര്യമൊക്കെ ആയിരുന്നെങ്കിലും ഞാൻ ആലക്കോട് മഹാത്മാ കോളേജിലാണ് അന്ന് ചേർന്നത്. പക്ഷേ അന്ന് ഞങ്ങൾ മലബാറിലോട്ട് വന്നെങ്കിലും എൻ്റെ ചാച്ചൻ്റെ അനിയൻ തീക്കോയി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ പരിശ്രമിച്ച് എനിക്ക് സെൻറ്റ് ജോർജ് അരുവിത്ര കോളേജിൽ ഒരു അഡ്മിഷൻ സംഘടിപ്പിച്ചു. അന്ന് അവിടെ സൂപ്രണ്ടായിട്ടിരിക്കുന്നതും ഇതുപോലെ തന്നെ എൻ്റെ ചാച്ചൻ്റെ ഒരു അനിയൻ, ഒരു ഫസ്റ്റ് കസിൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ ചെന്ന് SSLC ബുക്ക് ഒന്നും നോക്കാതെ തന്നെ അഡ്മിഷൻ കിട്ടി. ഞാൻ 3rd ഗ്രൂപ്പ് എടുത്തു. അങ്ങനെ മലബാറിൽ നിന്നും ഞാൻ ഒന്നുകൂടി തിരിച്ച് തിരുവിതാംകൂറിലെത്തുന്നു, അല്ലെങ്കിൽ പാലാ, ഈരാറ്റുപേട്ട, അരുവിത്ര ഭാഗത്തെത്തി അരുവിത്ര കോളേജിൽ പഠനം തുടങ്ങി. ബാക്കി കഥകൾ പിന്നാലെ.